അഗതികളുടെ അമ്മ ഇനി സെന്റ് തെരേസ ഓഫ് കൊൽക്കത്ത. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തിയത്. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്നായിരിക്കും മദർ തെരേസ അറിയപ്പെടുക. സാർവത്രിക സഭയ്ക്ക് ഇനി മദറിനെ വണങ്ങാം. കരുണാമയനായ പിതാവിനെ പോലെ എന്നർത്ഥം വരുന്ന ലത്തീൻ ഭാഷയിലുള്ള കാരുണ്യഗീതം ആലപിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കാരുണ്യഗീതാലാപനത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശുദ്ധരുടെ നാമകരണത്തിനുള്ള വത്തിക്കാൻ തിരുസംഘം അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ മാത്തോയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക വേദിയിലെത്തി. തുടർന്ന് കൽക്കട്ടയിലെ തെരേസ എന്നു പേരുള്ള സന്യാസിനിയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കാൻ കർദിനാൾ ആഞ്ചലോ മാത്തോ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു. മദർ തെരേസയുടെ ജീവചരിത്രക്കുറിപ്പും മാർപ്പാപ്പയ്ക്ക് കൈമാറി. ഇതിനുശേഷമാണ് മദർ തെരേസയെ കൊൽക്കത്തയുടെ വിശുദ്ധ തെരേസയായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിനും കത്തോലിക്ക വിശ്വാസത്തിന്റെ പുകഴ്ചയ്ക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതിനാൽ കൊൽക്കത്തയിലെ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും വിശുദ്ധരുടെ ഗണത്തിൽ പേരു ചേർക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. മിഷണറീസ് ഓഫ് ചാരിറ്റി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മേരി പ്രേമ തിരുശേഷിപ്പടങ്ങിയ അരുളിക്ക് മാർപ്പാപ്പയ്ക്ക് കൈമാറി. തിരുശേഷിപ്പ് ആശീർവദിച്ച ശേഷം അൾത്താരയിൽ സമർപ്പിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12ഓടെ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് അരുളി ചെയ്തു എന്ന് തുടങ്ങുന്ന ത്രികാല പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്. അൽബേനിയയിൽ ജനിച്ച ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ പച്ചയായ മനുഷ്യസ്നേഹത്തിനും ജീവിതത്യാഗത്തിനുമുള്ള അംഗീകാരമാവുകയാണത്. മദറിന്റെ ജീവിത വഴികളിലൂടെ സ്വന്തം ജീവിതം മറന്നുകൊണ്ട് അഗതികൾക്കായി തന്റെ ജീവിതം മാറ്റിവെച്ച അമ്മ, പ്രയാസം അനുഭവിക്കുന്ന ജനതയെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച അമ്മ. മദർ തെരേസയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. 1910 ഓഗസ്റ്റ് 27 യൂഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിൽ ജനിച്ച മദറിന്റെ ആദ്യനാമം ആഗ്നസ് ഗോൺ ഹാബെ എന്നായിരുന്നു. സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും ആദ്യകാല വിദ്യാഭ്യാസം നേടിയ മദർ തെരേസയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം ആദ്യമായി ഉണ്ടായത്. 1929 മദർ ഇന്ത്യയിലെത്തുന്നതും കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയാവുന്നതും. അധ്യാപിക വൃത്തിയിൽ തെരേസ സംതൃപ്തിയായിരുന്നെങ്കിലും കൊൽക്കത്തയിൽ ചുറ്റും നിറഞ്ഞു നിന്ന ദരിദ്ര ജീവിതങ്ങൾ അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. 1943 ഭക്ഷ്യക്ഷാമവും 1946 ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളും കൊൽക്കത്തയിലെ ജനജീവിതം നരകതുല്യമാക്കി. ധാരാളം പേരുടെ മരണം നേരിട്ട് കണ്ട തെരേസ തന്റെ മിഷണറി ജീവിതത്തിന്റെ ധർമ്മത്തെപ്പറ്റി കാര്യമായി വിശകലനം ചെയ്യുകയായിരുന്നു. മദർ തെരേസയുടെ തന്നെ വാക്കുകളിൽ വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും ആർക്കും വേണ്ടാതെ, ആരാലും സ്നേഹിക്കപ്പെടാതെ, പരിഗണിക്കപ്പെടാതെ സമൂഹത്തിൽ കഴിയുന്ന എല്ലാവരെയും പരിചരിക്കുക എന്നതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ദൗത്യം. 1962 പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു. തുടർന്ന് രമൺ മഗ്സാസെ അവാർഡും 1972 അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും നൽകി. 1979 മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും നൽകി. 1997 സെപ്റ്റംബർ 5 മറ്റുള്ളവരുടെ വേദന അകറ്റാൻ ജീവിതവ്രതമെടുത്ത അമ്മ ലോകത്തോട് വിട പറഞ്ഞു. അൽബേനിയയിൽ ജനിച്ച ഭാരതം കർമ്മഭൂമിയാക്കിയ പാവങ്ങളുടെ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ പച്ചയായ മനുഷ്യ സ്നേഹത്തിനും ജീവിത ത്യാഗങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. മദർ തെരേസയുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് ഈ കവിതയുടെ പ്രമേയം. ഒപ്പം ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനകാലം മുതൽ RSSും സംഘപരിവാർ ശക്തികളും അവർക്കെതിരെ നടത്തിയ ദുരാരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ചുള്ളിക്കാടിന്റെ കവിത. വാക്കുകൾ വെറുപ്പിന്റെ തീതുപ്പുന്ന കാലത്തായിരുന്നു ആ കവിത പിറന്നത്. ഒരു വാരികയുടെ താളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കോറിയിട്ട വരികളിൽ ഒരു വെളിച്ചത്തിന്റെ ലോകം തുടിച്ചു നിന്നു. മദർ തെരേസയെ ചാരവനിതയായും മതപരിവർത്തനത്തിന്റെ വക്താവായും ചിത്രീകരിച്ച കാവ്യഭീകരതയുടെ കറുത്ത മുഖപടം വലിച്ചു കീറുകയായിരുന്നു കവി. മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ എന്ന കവിത
ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ മലയാളത്തിന്റെ കരുത്തുറ്റ അക്ഷര പ്രതിരോധമായി മാറുകയായിരുന്നു. നരബലി കൊണ്ട് കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്ത് നിന്നൊരു പിറാവു പോൽ പറന്നുവന്നതാം പരമസ്നേഹമേ എന്നു തുടങ്ങുന്ന വരികളിൽ നൂറ്റാണ്ടുകളായി സനാതനധർമ്മം പുലരുന്നു എന്ന് നാം ഊറ്റം കൊള്ളുന്ന ആർഷഭാരതത്തിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടുന്നുണ്ട് കവി. ജാതിയും മതവും നോക്കാതെ തെരുവിന്റെ സന്തതികളാകേണ്ടി വന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മാതൃസ്നേഹത്തിന്റെ മഹനീയ ഭാവത്തിനു നേരെ തിരസ്കാരത്തിന്റെ വിദ്വേഷം രചിക്കുന്ന പുതിയ സാംസ്കാരിക പ്രവാചകരെ ഒരു ചുള്ളിക്കം പൊടിച്ച് പൊതിര തല്ലി ഓടിക്കുന്നുണ്ട് ഈ കവിതയുടെ അന്ത്യത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അത് ഇങ്ങനെയാണ്: മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. കൾച്ചറൽ ഡെസ്ക്. ത്യാഗോജ്വല ജീവിതത്തിന്റെ പ്രതീകം മദർ തെരേസ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയാകുമ്പോൾ ഭാരതസഭയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്. അൽഫോൺസാമയ്ക്കും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും എവുപ്രാസിയമ്മയ്ക്കും ശേഷം ഭാരതത്തിലെ 9ാമത്തെ വിശുദ്ധയാണ് കൊൽക്കത്തയുടെ തെരേസ. അൽഫോൺസാമയ്ക്കും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും എവുപ്രാസിയമ്മയ്ക്കും ശേഷം ഇന്ത്യയിൽ നിന്ന് മറ്റൊരാൾ കൂടി വിശുദ്ധരുടെ ഗണത്തിലേക്ക്, കൊൽക്കത്തയുടെ വിശുദ്ധ തെരേസ. ഭാരതസഭയ്ക്ക് തന്നെ അഭിമാന നിമിഷം. സെന്റ് തോമസ്, സെന്റ് ഫ്രാൻസിസ് സേവിയർ, സെന്റ് ഗോൺസാലോ ഗറേഷ്യ, സെന്റ് ജോൺ ഡി ബ്രൂട്ടോ, സെന്റ് ജോസഫ് വാസ് എന്നിവരാണ് ഭാരതത്തിലെ മറ്റു വിശുദ്ധർ. അൽഫോൺസാമയുടെയും എവുപ്രാസിയമ്മയുടെയും ജീവിതം കന്യകാലയത്തിനുള്ളിലും ചാവറയച്ചന്റെ പ്രവർത്തന മേഖല കേരളത്തിനുള്ളിലും ഒതുങ്ങി നിന്നുവെങ്കിൽ മദർ തെരേസയുടെ കർമ്മ മേഖല ലോകവ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിലേക്ക് പ്രളയജലം പോലെ ജനം ഒഴുകിയെത്തിയതും. അഗതികൾ മാത്രമല്ല, ലോകത്തിലെ അതിപ്രധാനപ്പെട്ട പലരും എത്തിയിരുന്നു ആത്മീയതയുടെ ലാളിത്യം കൊണ്ട് നിറഞ്ഞ മദറിന്റെ നാമകരണ ചടങ്ങിൽ. അനേക ലക്ഷം സാധാരണക്കാർ, കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാർ, വികലാംഗർ, പടുവൃദ്ധർ, പല ജാതിക്കാർ, പല വേഷക്കാർ, പല നിറത്തിലുള്ളവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവർക്കെല്ലാം ഒരേ ഒരു വികാരം മാത്രമായിരുന്നു മദർ തെരേസ. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ സംഘം എത്തിയത്. മന്ത്രി തോമസ് ഐസക്കും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെയും ജോൺ 23ാമൻ പാപ്പയുടെയും നാമകരണ ചടങ്ങിലാണ് ഇത്രയേറെ ആളുകൾ ഒത്തുകൂടിയത്. വിശുദ്ധിയുടെ പ്രഭ പ്രസരിക്കുന്ന ജീവിതമായിരുന്നു മദറിന്റേത്. ആ വിശുദ്ധി വിരിഞ്ഞതാകട്ടെ ഇന്നത്തെ ലോകത്ത് വിരളമായിക്കൊണ്ടിരിക്കുന്ന കാരുണ്യമെന്ന ഗുണത്തിൽ നിന്നും. ആ കാരുണ്യം ഉത്ഭവിച്ചതോ അഗാധമായ ദൈവസ്നേഹത്തിൽ നിന്നും. കൾച്ചറൽ ഡെസ്ക്. മദർ തെരേസയെ കണ്ട അനുഭവം പ്രിൻസ് ജ്വല്ലറി ഉടമ പ്രിൻസൺ ജോസ് പങ്കുവയ്ക്കുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. എനിക്കത് വളരെ മനസ്സിന് അവർ ചെയ്യുന്ന ആ പ്രവർത്തികൾ വളരെ മനസ്സിനെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതുകൂടാതെ മദർ എൻ്റെ കൂടെ ഒരു 2 ദിവസം അവരുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ പോയി കാണുവാനായിട്ട് എൻ്റെ കൂടെ എനിക്ക് 2 ദിവസം മദറിൻ്റെ കൂടെ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. അതല്ലാതെ ഞങ്ങൾ ഈ കൊല്ലം മദറിൻ്റെ സെപ്റ്റംബർ 4 മദറിനെ റോമിൽ സെയിൻ്റായിട്ട് തീരുമാനിക്കുന്നത്. ഞങ്ങൾ 1 ഗ്രാമിലും 2 ഗ്രാമിലും 4 ഗ്രാമിലും മദറിൻ്റെ പെൻഡൻറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഞങ്ങൾ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന് സംഭാവന ചെയ്യുന്നതാണ്. വാർത്തകളിലേക്ക്. സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജമ്മു കാശ്മീരിലെത്തിയ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുമായി ചർച്ച നടത്തി. കാശ്മീരിലെ വിഘടനവാദികളുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 30-അംഗ സർവകക്ഷി സംഘം സന്ദർശനം നടത്തുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഹുറിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെയുള്ള വിഘടനവാദികളുമായും ചർച്ച നടത്താമെന്ന നിലപാടാണ് സർവകക്ഷി സംഘം സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി മെഹബൂബ മുഫ്തി ഈ
വിഘടനവാദി നേതാക്കളെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിഘടനവാദികൾ ചർച്ചയ്ക്കുള്ള ക്ഷണം തള്ളുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി സർവകക്ഷി സംഘത്തിലുള്ളവർ തന്നെ 2 സംഘങ്ങളായി തിരിഞ്ഞ് സർവകക്ഷി വിഘടനവാദി നേതാക്കളെ നേരിട്ട് കണ്ട് ചർച്ച നടത്താനുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമവും വിജയിച്ചില്ല. വീട്ടുതടങ്കലിലുള്ള വിഘടനവാദി നേതാക്കളെല്ലാം തന്നെ സർവകക്ഷി സംഘവുമായി ചർച്ച നടത്തേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം നാളെയും തുടരും. അതേസമയം ഈ സന്ദർശനത്തിനെതിരെ ജമ്മു കാശ്മീരിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും പ്രതിഷേധക്കാർ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സംഘർഷ അവസ്ഥ സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. ധന്യ. ദില്ലിയിൽ നിന്ന് എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രമെന്ന് കുമ്മനം രാജശേഖരൻ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സുരേന്ദ്രന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു കുമ്മനം. സുരേന്ദ്രന്റെ പ്രസ്ഥാനം സുരേന്ദ്രന്റെ അഭിപ്രായമാണ്. അതെ, അത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായമുണ്ട്. ഫേസ്ബുക്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയുടെ അഭിപ്രായം. വാർത്തകളിലേക്ക്. മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയവരുടെ സാമ്പത്തിക വളർച്ച ശരവേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ. ബേക്കറിയിൽ ജീവനക്കാരനായി തുടങ്ങി ബേക്കറി ശൃംഖലയുടെ ഉടമയായി മാറിയ കഥയാണ് തൃപ്പൂണിത്തുറ സ്വദേശി മോഹനന്റേത്. ബാബുവിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇടനിലക്കാരനായി എത്തി അതിസമ്പന്നനായി മാറുകയായിരുന്നു ബാബുറാം. ബാബു മന്ത്രിയായിരിക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയപ്പെടുന്നവരാണ് ഇരുവരും. റോയൽ ബേക്കറി ഗ്രൂപ്പ് ഉടമ തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും ഫിനാൻസ് സ്ഥാപന ഉടമയുമായ കുമ്പള സ്വദേശി ബാബുറാം. മുൻമന്ത്രി ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയ ഇരുവരുടെയും സാമ്പത്തിക വളർച്ചയുടെ കഥ അറബിക്കഥയെ വെല്ലുന്നതായിരുന്നു. ഭാര്യാബന്ധുവിന്റെ ബേക്കറിയിൽ ദിവസക്കൂലിക്ക് ജോലിക്കാരനായാണ് തലശ്ശേരിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് മോഹനൻ തൃപ്പൂണിത്തുറയ്ക്ക് വണ്ടി കയറിയത്. ഇന്ന് എറണാകുളം നഗരമധ്യത്തിലടക്കം നിരവധി ബേക്കറികൾ സ്വന്തമായുണ്ട്. തൃപ്പൂണിത്തുറയിൽ 6 കൂടാതെ ഷേണായിസ് ജംഗ്ഷൻ, ഹൈക്കോടതി ജംഗ്ഷൻ, കോലഞ്ചേരി, പുത്തൻകുരിശ്, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. ഓരോന്നിനും കെട്ടിടപ്പകിടിയും ഫർണിഷിങ്ങും ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ജീവനക്കാർക്ക് താമസിക്കാൻ സ്വന്തം കെട്ടിടങ്ങൾ, സഞ്ചാരം മുന്തിയ ഇനം ആഡംബര കാറുകളിൽ. ഈ വളർച്ച കൗതുകത്തോടെയാണ് നാട്ടുകാർ കണ്ടുനിന്നത്. 1 വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ 50 ബേക്കറികളെന്നതായിരുന്നു റോയൽ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇതിനിടെയാണ് വിജിലൻസ് അന്വേഷണം ബിനാമികളിലേക്ക് തിരിഞ്ഞത്. കെ ബാബുവിന്റെ സ്വന്തം ആൾ എന്ന നിലയ്ക്കാണ് ഇയാൾ നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓണർ വേറൊരു ബേക്കറിയുടെ ഉടമസ്ഥൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ വന്നാണ്. പിന്നീട് ഇത് തുടങ്ങിയ പിന്നെ പല സ്ഥലത്തും പെട്ടെന്ന് കുറേ ബേക്കറികളും ഫുഡ് കോർട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ അത് വളർച്ച ഭയങ്കര പെട്ടെന്നായിരുന്നു ഇതിന് ശേഷം. നെട്ടൂർ സ്വദേശിയായ ബാബുറാം VIP-കളുടെ സ്ഥലമിടപാടുകളുടെ ഇടനിലക്കാരനായാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിലെത്തുന്നത്. ബാബുവുമായുള്ള സൗഹൃദം ഇയാളെയും കോടീശ്വരനാക്കി. കൊട്ടാര സദൃശമായ വീടും കോടികളുടെ ആസ്തിയുള്ള ധനകാര്യ സ്ഥാപനവും ഇന്ന് സ്വന്തമായുണ്ട്. ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തങ്ങളെക്കൊണ്ടെത്തിച്ചത് മുൻമന്ത്രി ബാബുവിലാണെന്ന് വിജിലൻസ് പറയുന്നു. ബാബുവുമായി അടുത്ത ബന്ധമുള്ള ശരവേഗത്തിൽ കോടീശ്വരന്മാരായ മറ്റു ചിലരെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. സർവകക്ഷി യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. And that is our signals that we are willing to outreach. Sir, but Hurriyat Conference has said that this has happened last time also, 2010, when the parliamentary delegation came. Correct. I mean, that why they say we said it in Parliament. We said the string of betrayals. I've spoken about the betrayals. I've spoken about the trust deficit among the people of Kashmir. That is what we have to address. And yes, you will have to engage with Pakistan also. I've also used that, example. A vulture swoops down to the ground to feed on the dead carcass only when the vulture smells blood. The blood is being spilt here. Vultures from across the border will come to feed. So there was a presentation made by PDP in the morning. Can you tell us more about it? That are official. The PDP, I'm sure, will tell you. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർവകക്ഷി യോഗത്തിന് ശേഷം വാർത്തകളിലേക്ക്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വസ്ത്ര വ്യാപാര ശൃംഖലയായ നല്ലി സിൽക്സിന്റെ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നല്ലി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കുപ്പുസ്വാമി ചെട്ടിയാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഇടപ്പള്ളി ഗ്രാൻഡ് മാളിലാണ് നല്ലി സിൽക്സ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്ന കോസ്മോസ് സ്പോർട്സിന്റെ കോഴിക്കോട് ഷോറൂമിൽ ക്രിക്കറ്റ് ഫെസ്റ്റിന് തുടക്കമായി. കോസ്മോസ് ബ്രാൻഡ് അംബാസിഡർ രാജീവ് പിള്ള ക്രിക്കറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിനോടനുബന്ധിച്ച് ലോകോത്തര കമ്പനികളുടെ കിറ്റുകൾ ഷോറൂമിൽ ലഭ്യമാകും. പ്രമുഖ ബ്രാൻഡുകൾ ചേർക്കുന്ന ക്രിക്കറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പന പ്രദർശനമാണ് ക്രിക്കറ്റ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം.
കോഴിക്കോടിന്റെ ആഘോഷങ്ങൾക്ക് സ്വർണ്ണപ്രഭയേകി പ്രമുഖ ആഭരണ ശൃംഖലയായ ലുലു ഗോൾഡിന്റെ നവീകരിച്ച ഷോറൂമിന്റെയും ഡയമണ്ട് ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനം കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുലൈവി നിർവഹിച്ചു. പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകളിലുള്ള വ്യത്യസ്ത ആഭരണങ്ങളുടെ പുത്തൻ ശേഖരമാണ് നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. വജ്രാഭരണങ്ങളുടെ വിപുലമായ ശേഖരണത്തിന് മാത്രമായി 2 നിലകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ലുലു ഗോൾഡിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരുവിന്റെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവതി സമ്മേളനം ഇന്ന് നടക്കും. വൈകിട്ട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നവതി പുരസ്കാരം നാളെ നടൻ മമ്മൂട്ടിക്ക് സമ്മാനിക്കും.